ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഇങ്ങനെ ഗ്ലാസ്സുകളുണ്ടാവും, അല്ലെങ്കിൽ ഗ്ലാസ് ബൗളുകൾ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യാതെ വെക്കുന്ന ഗ്ലാസ്സുകൾക്കൊക്കെ ഇത് ഒരു ബാഡ് സ്മെല്ല് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോർമലി കഴുകിയാലൊന്നും ആ ഒരു സ്മെല്ല് അങ്ങനെ പോവാറില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടിപ്പാണ്, നമ്മൾ ഇതുപോലെ ലൈം കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിലോ അതുപോലെ ബൗളിലോ ഏതിലാണെന്ന് വെച്ചാൽ അതിലിട്ടിട്ട് അത്യാവശ്യം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിലെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും. നമുക്ക് നോർമൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം ലൈമും കൂടെ ഗ്ലാസ്സിലാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നോർമൽ ലിക്വിഡ് ഉപയോഗിച്ച് ഗ്ലാസ്സൊക്കെ നന്നായി കഴുകി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്ലാസ്സിലെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ നമ്മൾ പല ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ഈ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ന്യൂസ് പേപ്പർ ഇത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ ഒരു സ്മെല്ല് കാരണം ഫ്രിഡ്ജിനകത്ത് ഉള്ള ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. നമ്മളൊരു ഓവർനൈറ്റൊക്കെ ഇതുപോലെ വെച്ചാൽ മതി. ബാഡ് സ്മെല്ല് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് നല്ല സ്മെല്ലായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫിഷും മീറ്റൊക്കെ കുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും ഈ ഒരു നാരങ്ങയും മാത്രം മതി കേട്ടോ. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ലൈമും കട്ട് ചെയ്തിട്ട് നമ്മളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 20-25 മിനിറ്റൊക്കെ നന്നായി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന ലൈം ഉണ്ടല്ലോ, ഈ ഒരു ലൈം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ലൈം ഇങ്ങനെ ഡ്രൈ ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജ്യൂസൊക്കെ വറ്റിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷൂ അതുപോലെ ചെരുപ്പുകൾക്കൊക്കെ ഉള്ളിൽ അല്ലേ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നല്ല വിയർപ്പൊക്കെ ഒക്കെ ഇടുന്ന സമയത്താണ് ഇതുപോലെ ഉണ്ടാവാറ്. അതുപോലെ മഴക്കാലത്ത് വെള്ളം നനഞ്ഞാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ഇതുപോലെ ടീ ബാഗുകൾ, ഇനിയിപ്പോൾ ടീ ബാഗ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡറോ ടീ പൗഡറോ എന്തായാലും കുഴപ്പമില്ല. അത് നമ്മൾ ടീ ബാഗ് ഇല്ലെങ്കിൽ ഒരു കവറിൽ ആക്കിയിട്ട്, കവറിലല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഷൂവിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കണം കേട്ടോ. ഓവർനൈറ്റ് ഇതുപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഗ്ലാസ് ബൗളിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ പോലെ വേറൊരു പ്രോബ്ലമാണ്, നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ട് ഒരു പഴയ പോലെ ഉണ്ടാവും. ആ ഒരു പ്രോബ്ലം ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഏതാണെന്ന് വെച്ചാൽ അതുകൂടെ ഒഴിച്ചിട്ട്, പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വിനീഗർ, പിന്നെ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് ഈ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സുകളും ബൗളുകളൊക്കെ ഇതിൽ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സൊക്കെ നല്ല പുതിയതുപോലെ തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഞാനിതാ ഇവിടെ ഗ്ലാസ്സുകളൊക്കെ ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ്സൊക്കെ പിന്നെ നല്ല പുതിയതുപോലെ നല്ല തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കിട്ടും.
അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കിച്ചൺ ടവലുകൾ അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ കൈയൊക്കെ തുടയ്ക്കാനും പാത്രങ്ങളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടിടുന്ന ഈ ഒരു ക്ലോത്ത്, ഈ ക്ലോത്ത് നമ്മൾ ഇതുപോലെ തുടയ്ക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് വീണ് പോകാനും ഇതുപോലെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ടവലിടുന്ന സമയത്ത് ടവലിട്ടതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ടവല് നല്ല നീറ്റായിട്ട് ഇരിക്കും. നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് വീണ് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.